ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പെറ്റ് ഡിറ്റക്റ്റീവ് റിവ്യൂലോട്ടാണ്. ഡയറക്ടർ, റൈറ്റർ പ്രനീഷ് വിജയൻ. റൈറ്റർ 2 പേരുണ്ട്. ഒന്ന് ജയ് വിഷ്ണു കൂടി ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലത്തെ പടങ്ങൾ കണക്റ്റ് ആക്കണമെങ്കിൽ കുറച്ച് പാടാണ്. എനിക്ക് ഇതുപോലത്തെ പടങ്ങൾ ഭയങ്കര ഇഷ്ടം. അതായത് ഇപ്പം നമ്മളൊരു ചിത്രകഥ വായിക്കുക, ആ ചിത്രകഥയ്ക്ക് എങ്ങനെ ജീവൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ ഒരു പടത്തിൽ കൂടെ അവർ കാണിച്ചു വെച്ചേക്കുന്നത്. ഇപ്പം എടുത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആട്, സി.ഐ.ഡി. മൂസ, അതേപോലത്തെ പടങ്ങളുണ്ടല്ലോ, അതായത് ദാസനും വിജയും. അപ്പോൾ ആ പടങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാവരും മണ്ടന്മാരാണെന്ന് എല്ലാവർക്കും ഈ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം അറിയാം. പിന്നെ ആ ഒരു മീറ്ററിൽ നിന്നുകൊണ്ട് അവർക്ക് എന്താ വേണമെങ്കിലും കാണിക്കാം. ഇപ്പോൾ ആടിനകത്ത് ഷാജിപ്പാപ്പാനും അവരുടെ കൂട്ടരും എല്ലാം ആ ക്യാരക്ടർ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവർക്ക് ആ ക്യാരക്ടർ കൊണ്ട് എല്ലാ പരിപാടിയും ചെയ്യാം, ഏത് മീറ്ററിൽ വേണമെങ്കിലും പിടിച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതി പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പടത്തിലോട്ട് വരുമ്പോഴും ഏകദേശം എനിക്ക് ആ ഒരു പരിപാടിയാണ് എനിക്ക് തോന്നിയത്. അതായത് ആടിൻ്റെയൊക്കെ കൂട്ടുള്ള പരിപാടികളുണ്ടല്ലോ, ആ ഒരു പരിപാടിയാണ് തോന്നിയത്. എനിക്കത് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ ഒരു നല്ലപ്പോഴാണ് ഇതേപോലത്തെ ഒരു മേക്കിംഗ് സ്റ്റൈല് മലയാളത്തിൽ വരുന്നതെന്ന് തോന്നുന്നു. അതായത് എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ അത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അത് പക്കാ ക്ലിയർ ആകും. പക്ഷേ ഇത് കുറച്ച് ചിന്തിച്ചും കാണേണ്ട ഒരു പടം കൂടിയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. എൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ 2 ഗോകുലം ഗോപാലനും എൻ്റെ ആക്ടർ ഷറഫുദ്ദീനും കൂടെ ചേർന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. ഇവർ അച്ഛനായിട്ട് വന്നേക്കുന്നത് രഞ്ജി പണിക്കരാണ്. രഞ്ജി പണിക്കരും ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. മെക്സിക്കോയിൽ വെച്ചാണ് ആ കഥ തുടങ്ങുമ്പോൾ ആ ഒരു ആനിമേഷൻ സ്റ്റോറിയും ഇതുപോലത്തെ ഈ നരേഷനും ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആദ്യം അത് കണക്റ്റ് ആവുന്നത് സെക്കൻഡ് ഹാഫിലോട്ടായിരിക്കും. പിന്നെ ഷറഫുദ്ദീനെ കാണിക്കുന്നു. പിന്നെ അനുപമ പരമേശ്വരനാണ് ഷറഫുദ്ദീൻ്റെ പേരങ്ങായിട്ട് വരുന്നത്. കിടിലനായിട്ട് ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ കിടിലൻ മേക്കിംഗ് ആണ്. സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രൻ. പ്രേമത്തിൽ വർക്ക് ചെയ്ത കുറേ പേര് ഇതിനകത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. പിന്നെ രജീഷ് മുരുകേശനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. മ്യൂസിക്കും പരിപാടികളും അത്യാവശ്യം കൊള്ളാം. അതായത് നമ്മുടെ ഡപ്പംകുത്ത് സോങ് ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമ്മൾ ഒരു സീനിനകത്ത് അതെങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു സോങ്ങിന് BGM-നകത്തൂടെ കാണിക്കുന്ന പരിപാടികളുണ്ടല്ലോ, അതിനകത്ത് ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പം പിന്നെ വന്നേക്കെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അനുപമ പരമേശ്വരൻ്റെ കാര്യം പറഞ്ഞില്ല, കിടിലനായിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനയ് ഫോർട്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ അടിച്ച് വിട്ടേക്കുവാന്ന് പറഞ്ഞു. വിനയ് ഫോർട്ട് തന്നെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ വേറെ ലെവലിൽ പുള്ളിക്കാരൻ പെർഫോമൻസ് ചെയ്യും. ഇതിനകത്ത് ഒരു SI ആയിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. വിജയരാഘവൻ്റെ റോളും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ബെഡായി ബംഗ്ലാവിനകത്തെ ആങ്കർ, അവരും ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു കാർട്ടൂണിന് ഒരു ജീവൻ, ഒരു ചിത്രകഥയ്ക്ക് ഒരു ജീവൻ വന്നാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് ഇവർ ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. ജോമൻ ജോതിർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഷറഫുദ്ദീൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നതാണ് ജോമൻ ജോതിർ. പുള്ളിക്കാരൻ്റെ കോമഡിയും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചന്തു സലികുമാറിൻ്റെ ഒരു സൈക്കോ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അതും ആ ഒരു ക്യാരക്ടറിന് അത്ര ഡെപ്ത് ഇല്ല, എങ്കിലും ആ പുള്ളിക്കാരനെ ചെയ്യുന്ന എക്സ്പ്രഷനൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കേരള ക്രൈം സ്റ്റോറിക്കകത്ത് ഇപ്പം പാർട്ട് 2 ഇറങ്ങിയ ഒരു പുള്ളിക്കാരനുണ്ട്, അവരും വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിന് അടുത്തെന്ന് പറഞ്ഞാൽ അല്ല, പട്ടാഴി ചെളിക്കുഴിയിലുള്ള ഒരു ചേട്ടൻ, യൂട്യൂബറൊക്കെ ഉണ്ട്. ആ ചേട്ടൻ ഇതിനകത്തൊരു റോള് ചെയ്തിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി കളിപ്പിക്കുന്ന കുറച്ച് റോളുണ്ടല്ലോ, ആ റോള് ഈ പുള്ളിക്കാരനാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇത് നോക്കുവാണെങ്കിൽ, ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്യാം. അത് എൻജോയ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നമുക്കൊന്നും പിടി കിട്ടുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന, അല്ലെ കുറച്ചൊരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മളൊരു ശ്രദ്ധിച്ചിരുന്ന ഈ ഒരു കഥ പിടികിട്ടും എങ്ങനെയൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. ആ ഒരു കുറച്ച് ഭാഗത്താണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതായത് ഒരു ജോത്സ്യൻ്റെ കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്. അത് റോൾ ചെയ്തേക്കുന്നത് കുഞ്ഞികൃഷ്ണനാണ് റോൾ ചെയ്തേക്കുന്നത്. ആ പുള്ളിക്കാരൻ ആ റോള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിനായകൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. വിനായകൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഡൂഡുണ്ടല്ലോ ആടിനകത്ത്, ഡൂഡിൻ്റെ അത്രയും വന്നില്ലെങ്കിലും പുള്ളിക്കാരൻ്റെ റോള് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഷമ്മി തിലകൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. സീരിയലിനകത്തൊക്കെ പോലീസ് റോളാണ് പണ്ട് തൊട്ടേ ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ പുള്ളിക്കാരൻ പോലീസിലാണ്, അതായത് സീരിയലിനകത്തെ SI ധനപാലൻ. ഏതിനകത്തെയാ? പരസ്പരത്തിനകത്ത്. ഇപ്പോഴും പല സീരിയലിലും പോലീസാണ്. ഇതിനകത്ത് സെക്യൂരിറ്റി, എനിക്ക് ഒന്ന് റിട്ടയർഡ് ആയെന്ന് തോന്നുന്നു പോലീസിൽ നിന്ന്. ഇതിനകത്ത് സെക്യൂരിറ്റിയാണ് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. പിന്നെ ഡിറ്റക്റ്റീവിനെ വെച്ച് നോക്കുമ്പം അത്യാവശ്യം ചിന്തിച്ചൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതൊക്കെ ഒരു ജോലിയാണ്. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമാണ്. നമുക്ക് ആ ഒരു ജോണർ നമുക്ക് പിടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെന്തോ കാണിച്ചാലും നമ്മൾ അപ്സെറ്റ് ആക്കും. ആ രീതിയിലാണ് എനിക്ക് സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫ് ഒരു ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം ചിരിച്ച് മറിയാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പകുതി വണ്ടർല
മുഴുവൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. മുഴുവൻ നോക്കുവാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് എന്നിട്ട് ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലാഗി വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ നല്ലോണം എൻജോയ് ചെയ്യാൻ ഈ ഫസ്റ്റ് ഹാഫ് എല്ലാവർക്കും ലാഗായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കഥ കാണിക്കുന്ന സെക്കൻഡ് ഹാഫില്ല. സെക്കൻഡ് ഹാഫും കൂടെ കണ്ടാലേ ഫസ്റ്റ് ഹാഫ് എന്ത് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലർക്ക് ഇത് കണക്റ്റ് ആവണമെന്നില്ല. എനിക്ക് ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് പെറ്റ് ഡിറ്റക്റ്റീവ് തോന്നിയത്. നല്ലോണം മനസ്സറിഞ്ഞ് ചിരിക്കാനുള്ള വകയും ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറും ആ ഒരു രീതിയിലാണ് പിടിച്ചേക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.